ജസ്റ്റ് പൈസ കൂടുതലാണ്. ഒരാൾക്ക് 100 റുപ്യാണ്. ഇതൊക്കെ നമുക്ക് റൈഡിനുള്ള കേട്ടോ. ഹലോ ഗൈസ്, അൻസാറാണ്. ഞാൻ ഈ ബാഗും തൂക്കി നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? ഞങ്ങളൊരു ട്രിപ്പ് പോകാനുള്ള പരിപാടിയാണ് ഗൈസ്. ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ഇവിടെ റെഡിയാണ്. ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട്. ട്രിപ്പ് എടുക്കാന്നല്ലേ, വേറെ എടുക്കല്ല, സാധാരണ പോലെ തന്നെ ഊട്ടിക്കാണ്. ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ വണ്ടി എത്തിയിട്ടുണ്ട്. നാസറാക്ക ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. ഞങ്ങളെ ഈ ട്രിപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആളുകൾ ഇതിലുണ്ട്. പ്രത്യേക ഒരു ക്ലബിന്റെ കീഴിലോ അല്ലെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ടോ അല്ലെങ്കിൽ ഏജ് ബേസ് ചെയ്തിട്ടോ പോണ ഒരു ട്രിപ്പ് അല്ല. ഒരു നാട്ടിൽ നിന്ന് പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ എല്ലാരും കൂട്ടി അതാ ചായപാത്ര ഇറക്കി വെച്ചാളേ. നമ്മളെ ബസ്സിന്റെ ഉൾഭാഗം. അങ്ങനെ ഞങ്ങൾ ബസ് കയറാൻ നിൽക്കുകയാണ്. കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. ഞങ്ങൾ വണ്ടിയിൽ സ്റ്റോർ ചെയ്ത ഫുഡിൽ രാവിലേക്കുള്ള ഫുഡ് ഇല്ലായിരുന്നു, അത് വാങ്ങാൻ നിർത്തിയതാണ്. ഇപ്പോൾ ഏകദേശം സുബീന്റെ സമയമായതുകൊണ്ട് ഞങ്ങൾ പള്ളി കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് എല്ലാവരും കയറി നിസ്കരിച്ചു. പിന്നെ വീണ്ടും കലാപരിപാടികൾ ആരംഭിച്ചു. ഈ ടീമിലെ ആസ്ഥാന ഗായകനാണ് ഇക്കുവാല്. സജീർ മാഷിന്റെ സ്പെഷ്യൽ സോങ് ഉണ്ട് ഗൈസ്. ഇങ്ങനൊക്കെ ഒച്ചപ്പാടുണ്ടായിട്ട് ഒരാൾ കിടന്നുറങ്ങണണ്ട, വല്ലാത്ത ജാതി. ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം തിരഞ്ഞെടുക്കണം. വിശന്നിട്ടാണ് ഈ കണ്ണും കാണാൻ പറ്റുന്നില്ല. നല്ലൊരു സ്ഥലം കിട്ടി ഗായ്സ്. നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ മെയിൻ ആയിട്ടുള്ള വൈബ് ഫുഡ് കഴിക്കാൻ. ഒന്നുകൂടി രസം എങ്ങനെ വെച്ചാല് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് സമയം ഒരു പ്രശ്നമാണ്. എന്നൊരു 3 പൊറാട്ട 2 മതി. ഒന്നെടുത്തോ. ബുദ്ധി നീര് പുറത്തോട്ട് പോകില്ല. ഡ്രൈവർ പറഞ്ഞ അബു ചെറുതായിട്ട് പോസിംഗ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിച്ച ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ഇട്ട് കത്തിച്ചാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ യാത്ര തുടർന്നു. എന്താണ് ചങ്ങായി ഇത്? ക്യാമറ ഇവിടെ പൊക്കി അവിടെ കണ്ടത് അല്ലണ്ടല്ലോ. ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയത് ഊട്ടിയിലെ ബോട്ട് ജെട്ടിയിലാണ്. ഇവിടെ നാസറാക്കാന്റെ തള്ളും കെട്ടി നാസറാക്കാനൊപ്പം നടക്കുകയാണ്. ഞങ്ങൾ ജെട്ടിക്ക് പോവാതെ ഇവിടെ ഈ കച്ചവട സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വന്നതാ. നാസറാക്കാന്റെ വകയാണ് കേട്ടോ ചായയും കേക്കൊക്കെ. ട്രിപ്പിലെ മെയിൻ മുതിർമാർ അടുത്ത ഭക്ഷണം എവിടുന്ന് കഴിക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമാണ് നമ്മളെ ലക്ഷ്യം. അങ്ങനെ അവസാനം ബൊട്ടാണിക്കൽ ഗാർഡന്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിക്കാന്നുള്ളൊരു തീരുമാനമായിട്ടുണ്ട്. ഫുള്ള് ബൊഫേ സിസ്റ്റമാണ് കേട്ടോ. കിട്ടാൻ കുറച്ച് സമയം എടുക്കും. എടാ ഈ അറബിക്കാരും സീറ്റ് എടുത്തില്ലേ? അറബിയാളൊക്കെ ഒരു ഗതികേട്. ഹലോ ഗൈസ്, നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് കരിമ്പ് കിട്ടിക്കണം കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അതിൽ പറയണില്ല. ഒരു വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ എന്തോ പ്രോബ്ലം ഉണ്ട് തോന്നുന്നുണ്ട് വീഡിയോ എടുത്താൽ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല. നല്ല മധുരം ഉണ്ട് കേട്ടോ കരിമ്പ്. 54 പീസാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് നടന്നു പോവാണ്.
നമ്മളെ കുറച്ച് ടീം മുന്നിൽ പോയിട്ടുണ്ട്, കുറച്ച് ടീം വരുന്നുണ്ട്. അവിടെ എത്തിയിട്ടുള്ള വീഡിയോസ് കാണിച്ചു തരാം. ഇൻഷേഡി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇൻഷേഡി ചെയ്യടാ. കുഞ്ഞോ തലെടുത്താ, കുഞ്ഞും കുഞ്ചും ഒക്കെ തലെടുത്താ. ഇവിടെ സാധനങ്ങൾക്കൊക്കെ മരണ റേറ്റ് ആണ് കേട്ടാ. നമ്മളെ നാട്ടിൽ നിന്ന് 250 റുപ്യക്ക് വാങ്ങിയ ഒരു ട്രൈപോഡ് ഞാൻ ഇവിടെ വില വെച്ചപ്പോ 800 റുപ്യാണല്ലോ. ടോയ്ലറ്റിന്റെ വീഡിയോ എടുക്കല്. ബാക്കിയുള്ള ടീമൊക്കെ നമ്മള് വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കട്ടെ ഗാർഡൻ കയറാന്. എന്തായി കേരല്ല എല്ലാരും ആയില്ല? ബൊട്ടാണിക്കൽ പൈസ കൂടുതലാണ്. ഒരാൾക്ക് 100 റുപ്യാണ്. അതുകൊണ്ട് ഞങ്ങള് ഇത്രയും ആൾക്കാര് ക്യാൻസൽ ചെയ്തു. എല്ലാരും ക്യാൻസൽ ചെയ്തു. ഞങ്ങൾ ഇവിടെ സ്ട്രീറ്റിൽ ഇങ്ങനെ നടന്ന് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ ഭയങ്കര ബാർഗൈനിങ് ആണല്ലോ. നമ്മളെല്ലാരും കൂടി കയറിയാണെങ്കിൽ 2600 റുപ്യ അവിടെ കൊടുക്കണം ചേട്ടാ. ഒന്നുമില്ലല്ലോ അവിടെ കാണാന്, ഫ്ലവറല്ലേ ഉള്ളൂ. പോകാൻ പറയും അല്ല. പിന്നെ സ്ട്രീറ്റിൽ മെയിനായിട്ട് കാണുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. കമ്പും പൊട്ടാറ്റോ പിന്നെ മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ടത്. കുഞ്ഞുട്ടിയാക്കാൻ്റെ വക ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ട്രിപ്പിൽ ഏറ്റവും പ്രായം കൂടിയ ആളും കുറഞ്ഞ ആളും ഒറ്റ ഫ്രെയിമിൽ കിട്ടിയിട്ടുണ്ട്. ഹലോ ഗൈസ്, അടുത്ത നമ്മളെ ഡെസ്റ്റിനേഷൻ മൊട്ടക്കുന്നാണ് കേട്ടോ. മൊട്ടക്കുന്നെത്തി ഗൈസ്, മൊട്ടക്കുന്നെത്തി. എല്ലാരും നീക്കി ഉറങ്ങിയവരൊക്കെ നീക്കി. കൂളിംഗ് ഗ്ലാസ് വെച്ച് ഉറങ്ങിയവരും വെക്കാതെ ഉറങ്ങിയവരും എല്ലാരും ഇറങ്ങിക്കൂടി. ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ. ഇവിടെ മുട്ടക്കുന്നിൻ്റെ താഴെ ഒരു കാട് കണ്ടപ്പോൾ ഇറങ്ങിയതാ. ബട്ട് ഇവിടെ ഇറങ്ങിയപ്പോൾ നോക്കി ഇവിടെ ഒരാൾ കേട്. ഒരാളല്ല കേട്ടോ, കുറേ ആൾക്കാരുണ്ട്. കാട്ടുപോത്താണ്. അമ്മോ ജസ്റ്റ് മിസ്. ആ വരണവരൊന്ന് കയറി വരണണ്ടാ. ഉള്ളു പോട്ടെ. റെഡി കുതിരകളാ കെട്ടിയിട്ടിക്കണണ്ട. ഇതൊക്കെ നമുക്ക് റൈഡിനുള്ള കേട്ടോ. ചെറിയ വാടക കൊടുത്തു കഴിഞ്ഞാൽ ഓടിക്കാം. ഇപ്പോൾ ഉള്ള തെണ്ടികളൊക്കെ പോയല്ലോ. ഞാൻ വാടാ. മൊട്ടക്കൊന്ന് കയറാൻ ഫീസ് ഉണ്ട് ഗൈസ്. അഡൾട്ട് 30, ക്യാമറ 50. കുഞ്ചു ടിക്കറ്റ് എടുക്കാതെ കയറി. കുഞ്ചു 5 വയസ്സിന് താഴെയാണ് പറഞ്ഞോണ്ടല്ലോ ഒഴിവാക്കി വിട്ട്. കുഞ്ചു എന്നല്ല ഒരൊറ്റ എണ്ണം ടിക്കറ്റ് എടുത്തിട്ടില്ല കേട്ടാ. ജലീല ഫസ്റ്റ് ഗിയർ ഇട്, ഫസ്റ്റ് ഗിയർ അല്ല കേറൂലട്ടാ. ഞാൻ തന്നെ പറഞ്ഞുതരാ. ഈ തേർഡിലിട്ട് വലിപ്പിച്ച് ലാസ്റ്റ് വലി മുട്ടും. ആപ്പ വണ്ടിക്കാരൊക്കെ റിവേഴ്സ് ഇട്ട് ഓടിട്ടാ. ആര് അജ് ഓടിക്കോ, ഞാൻ എടുത്തോളാം. വേറെ ആളെ ഒക്കെ ഇവിടെ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് തന്നെ കേറുന്നില്ല. മതിയാടാ ഇറ്റേക്കാ കേറുന്നില്ലേ. ഗിയർ മാറ്റി കൊടുക്കിട്ടാ. ഹൈ ഗിയർ ഇട്ടോളി. ഉച്ചക്ക് പെരി കിടന്ന ഇവിടെ കയറാൻ പറ്റുമോ? നിങ്ങൾ എന്താ പറയുന്നേ? തണ്ട വൈപ്പ് പറയല്ലിട്ടാ, തണ്ട വൈപ്പ് പറയല്ലേ. ഒന്നുകൂടി കേട്ടില്ല. തമിഴ് പറയണ അറബിയാണ്. അറബിയാണോ തമിഴിനാണോ ഒരു പുടുത്ത പുതുസാള്. ടിക്കറ്റ് എടുക്കാതെ കയറിക്കാണ്ടേ. ഷവർമ്മക്ക് പൈസ കൂട്ടി ശമ്പളം കൂട്ടി തരാത്തോണ്ട് ഒരാള് സൂയിസൈഡ് പോയെന്ന് ചാടി ചാവാൻ പോയെന്ന് ഞാൻ പിടിച്ചു വെച്ചതുകൊണ്ട് ജലീൽ ചെയ്യരുത്. നമ്മള് മൈമാലിയാക്കനോട് സംസാരിക്കാം കേട്ടാ. സംസാരിക്കാം, നമുക്ക് കൂട്ടിത്തരാൻ പറ്റുമോ നോക്കട്ടാ. ഓക്കെ. കോട്ടക്കന്ന് ഇങ്ങോട്ട് നോക്കി. കോട്ടക്കന്ന് ഇവിടെ വന്നിട്ട് ലൂട്ടാളിക്കായിരിക്കണ ടീമാണ്. ഇതൊരു ടീം, ഇതൊരു ടീം. എന്താടാ
ഇന്ന് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഒന്നും പോകാൻ തോന്നുന്നില്ല. ഒന്ന് എക്സ്പ്രഷൻ കാണാനാണ്. കാട്ടുള്ളിയാണ് കേട്ടോ ഗൈസ്. കാട്ടുള്ളി മണക്കണ തിരക്കിലാണ് ഇവിടെ എല്ലാരും. നാസറൊക്കെ ഒന്ന് വലിച്ചാണി വീഡിയോ ഒക്കെ ആണ്. എന്താ 100 പൊടി മതി 3 പാക്കറ്റ്. ഇതല്ല പൊടി 2 കൂടി വെച്ചോ. ഇതാണ് ചെമ്പാല ടീ ഫാക്ടറിന്റെ ഔട്ട്ലെറ്റ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ചായപ്പൊടിയൊക്കെ വാങ്ങുന്നത്. അങ്ങനെ രാത്രിക്കത്തെ ഫുഡ് കഴിക്കാൻ ഏതായാലും കറങ്ങി തിരിഞ്ഞ് നമ്മളെ ഉത്തരത്താനുള്ള ചിക്കാഗോയിലാണ് എത്തിയത്. ഇത് നമ്മളെ ടീമിൽ തന്നെയുള്ള റഷീദാക്കാന്റെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. സമയം 1:30 മണി ആയിക്കണം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ. ഏകദേശം ക്ലോസിങ്ങിനുള്ള ടൈം ആയിട്ടും നമുക്കുള്ള ഫുഡൊക്കെ ഒരു സെറ്റാക്കി തന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വൈൻഡ് അപ്പ് ചിക്കാഗോന്റെ മുന്നിൽ തന്നെ ആയിക്കോട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.